സിഗരറ്റ് കൊടുത്താൽ വേണ്ടാന്ന് പറയും. നോക്കണം, സിഗരറ്റ് കൊടുത്താൽ നമ്മളെ മക്കൾ വേണ്ടാന്ന് പറയും. കാര്യം എന്താ? സിഗരറ്റ് തീയുണ്ട്, പുകയുണ്ട്, ചാരമുണ്ട്. സിഗരറ്റ് ഉപയോഗിച്ച ഒരു അമ്മയ്ക്ക് കണ്ട തിരിച്ചറിയാം, ഒരു ഭാര്യയ്ക്ക് കണ്ട തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയാം. ചുണ്ടുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു നിറവ്യത്യാസം വരും. വാ പൊളിച്ചിട്ട് മോളോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മോൾവരി പല്ലിൻ്റെ പാർശ്വങ്ങളിലൊക്കെ നിക്കോട്ടിൻ്റെ കറ ഉണ്ടാവും. എത്ര കിളിഞ്ഞതിൽ കറ ഉണ്ടാവും. പിന്നെ ശരിക്കും ഒരു മിനിറ്റ് ഊതാൻ ഇങ്ങനെ ഊതാൻ പറ്റില്ല. അപ്പോഴേക്കും ചുമ വരും അല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ, കേട്ടില്ലേ? അങ്ങനെയൊക്കെ പറയാൻ പോലും പറ്റിയെന്ന് വരില്ല. കാരണം എന്താ? ഈ നിക്കോട്ടിൻ്റെ കണ്ടന്റ് ലെൻസിനകത്ത് ഉണ്ട്. അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇനി മദ്യപിക്കുന്ന ആളാണെങ്കിലോ, നമ്മുടെ മുഖഭാവങ്ങളൊക്കെ കണ്ടാലേ തിരിച്ചറിയാം. ശുദ്ധിയുള്ള ശരീരം ഉണ്ടാവില്ല, ഉറക്കാത്ത കാലുകളായിരിക്കും. എന്തേ അല്ലേ? അങ്ങനെയും തിരിച്ചറിയാൻ പറ്റും. സോഷ്യൽ ഡ്രിങ്ക് ആണെങ്കിൽ കുറച്ചൊക്കെ ഡീസൻറ്റ് കാണിക്കും അല്ലേ? കാണിക്കും. അപ്പോഴും തിരിച്ചറിയാൻ പറ്റും അല്ലേ? പ്രത്യേകിച്ച് ഭാര്യമാർക്ക് മക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഔട്ട് ഓഫ് ഫാഷനായി. ഇന്ന് മണമില്ലാത്ത, ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, കാലുകളും കൈകളും ഇളകാൻ പറ്റാത്ത, എന്നാൽ മാക്സിമം ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ട വിഭവങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാ? എന്താണ് ആ വിഭവങ്ങൾ? എന്താണ് അത്? പറഞ്ഞുകൊണ്ട് നിർത്താം കേട്ടോ. ഇത്രയും ശ്രദ്ധിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുക. 18 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ്. PSC പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോണം. എന്താണ് കില്ലർ ഡ്രസ് കാറ്റഗറി? കില്ലർ ഡ്രസ്, വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രസ് കാറ്റഗറി? 18 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ്. അതായത് ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണോ അതെല്ലാം കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഹാഷിക്ക്, MDMA എല്ലാം ഉണ്ട്. അതിൽ ഒരു സാധനം മാത്രം ഈ വേറൊരു പേര് കൂടെ അലങ്കരിക്കപ്പെടുന്നുണ്ട്, പാർട്ടി ഡ്രഗ്. നമുക്ക് ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പാർട്ടി ഡ്രഗ് എന്താ? പാർട്ടി ഡ്രഗ് കേട്ടോണം. ആൾക്കൂട്ടങ്ങളിലും ആഘോഷങ്ങളിലും മ്യൂസിക് ഇവൻറ്റുകളിലും ദർബാർ ഡാൻസ് ഹാളിലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ സുഹൃത്ത് കൊടുക്കുന്ന ഒരു ഗ്ലാസ് സോഫ്റ്റ് ഡ്രിങ്കോ കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ പെപ്സി, കൊക്കക്കോള, മിറിൻഡ എന്നും ആവട്ടെ, അതിലേക്ക് കൊടുക്കുന്ന വ്യക്തി ഒരു സിപ്പ് കുടിക്കും. ഈ കുടിക്കുന്ന വ്യക്തി, ഇതാണ് പാർട്ടി ഡ്രഗ് എന്ന് പറയുന്നത്. പാർട്ടി ഡ്രഗ് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് അല്ല, മദ്യമല്ല, ബ്രൗൺ ഷുഗർ അല്ല. അതൊക്കെ ഉപയോഗിക്കാൻ പല രീതിയിലാണ്. അടിയിൽ തീ ഉപയോഗിക്കണം, ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ പാർട്ടി ഡ്രഗ് എന്ന് ഉപയോഗിക്കുമ്പം ഒരു സുഹൃത്ത് ഇതിങ്ങനെ കുടിച്ചു, സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചു, നമ്മുടെ മകളുടെ മുമ്പ് തന്നെ ഇങ്ങനെ കുടിക്കുകയാണ്, ഡാൻസൊക്കെ ഉണ്ട്, കുടിക്കുക. ഇങ്ങനെ കുടിച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി അതിലേക്ക് ഒഴിച്ചു. ആ കൊടുക്കുന്ന വ്യക്തിയുടെ ചൂണ്ടുവിരൽ ഇതിനകത്തേക്കൊന്ന് ഇറങ്ങിയിരുന്നു. ഒരു സെക്കൻഡ്, 1, 2 ഇത്ര സമയം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈ വിരൽ നിറങ്ങിയിരുന്നാൽ മതി. വിരൽ പതുക്കെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ആ കൊടുത്ത വ്യക്തിയുടെ നഖത്തിനകത്ത് എത്രമാത്രമാണോ MDMA, മെത്തലിൻ ഡയോക്സി മത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് എത്ര നഖത്തിലുണ്ടോ ആ നഖത്തിലുള്ള ഈ സൈക്കോട്രോപിക്സ്, ഈ പദാർത്ഥ തന്മാത്രം മതി. നമ്മുടെ ഒരു ചായ പോലും, സ്ട്രോങ് ചായയോ ഒരു സ്ട്രോങ് സോഡ പോലും കുടിക്കാത്ത നമ്മുടെ 18-20 വയസ്സായ ഒരു പെൺകുഞ്ഞ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് വാങ്ങിയിട്ട് അത് കുടിച്ചാൽ 48 മണിക്കൂർ വരെ ഈ കുട്ടിക്കുണ്ടാകുന്ന സ്റ്റിമുലേഷൻ, സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന സ്റ്റിമുലേഷനാണ്. ഈ സ്റ്റിമുലേഷൻ ഹാപ്പിനെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് പൊതുവേദിയിൽ വെച്ച് പറയാൻ അനുവാദമില്ല. കാരണം ഞാൻ നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പൊതുവേദിയിൽ ഇത്ര സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ഉപയോഗാനന്തരമുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. അത് പറയണേ തന്നെ അരമണിക്കൂറിന് മുകളിൽ വേണം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഉപയോഗാനന്തരം ഈ കുട്ടിയിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്, സ്റ്റിമുലേഷനായി ചേഞ്ച് ഉണ്ട്. ഈ ചേഞ്ച് 48 hours കഴിയുമ്പോൾ ഈ സ്റ്റിമുലേഷനായി നിൽക്കുന്ന ബ്രെയിൻ ഡീആക്ടിവേഷനിലേക്ക്, പ്രോസസ്സിങ്ങിലേക്ക് വരും. ആ ഡീആക്റ്റീവ് പ്രോസസ്സിങ് എത്തുമ്പോൾ ഈ പറയുന്ന വ്യക്തി വയലൻ്റ് ആവും. പിന്നെ ഫോൺ എടുക്കും. അപ്പോൾ പറയും, എടാ ഒന്ന് എടി വാടി പ്ലീസ്, നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോകുകയെ, നല്ല രസമാണ് ഡി, അവിടെ കാണാം, ബീച്ച് കാണാൻ, എന്തോ ഒരു വൈബാണ്, എന്ത് രസം അവിടുത്തെ മ്യൂസിക്, എനിക്ക് അവിടുത്തെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഫുഡ്, അവിടെ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമായി, നമുക്ക് പോവാം പ്ലീസ്, എനിക്ക് വല്ലാത്ത തലവേദന എടുക്കണ്ടേ, ഒന്ന് പ്ലീസ്. കാര്യം എന്താ? ഒറ്റ തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഏതാണോ അതെല്ലാം കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടി അറിയാതെ അവൻ്റെ ശരീരം ഈ ലഹരി കടന്നു വന്നു. അപ്പം അവൻ അറിയില്ല ലഹരിയാണോ കഴിച്ചതെന്ന്. അവൻ കഴിച്ചെന്താ? ഒരു മ്യൂസിക് ഇവൻറ്റിൽ ഒരു നൃത്തം, അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അവിടുത്തെ യാത്ര, അവിടുത്തെ വൈബ്, അവിടുത്തെ രീതി, അതാണ് എന്നെ സ്വാധീനിച്ചെന്ന ചിന്ത
വരികയാണ്. പിന്നെ സ്ഥലത്തേക്ക് പോകാൻ താല്പര്യപ്പെടും. അങ്ങനെ രണ്ടാമത്തെ ഉപയോഗത്തോടു കൂടി കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വിളിച്ച ഫോൺ അറ്റയുന്നതിലൊക്കെ ചില ഭാവമാറ്റങ്ങൾ. ഉമ്മൊന്നും ഉണ്ടാതൊക്കെ ഞാൻ കുളിക്കുകയായിരുന്നു, എന്തിനാ ഇപ്പോൾ നിങ്ങൾ വിളിക്കണേ? കൃത്യം രാവിലെയും വൈകിട്ടും കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വിളിച്ച മകള് ഉപ്പയോടും ഉമ്മയോടൊക്കെ വിളിക്കാൻ ചില മടി കാണിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരുന്നു. അനാവശ്യമായിട്ട് പൈസ കടം ചോദിക്കുന്നു. അവളെ കാണാൻ പോയപ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ സംഭവിച്ചിരിക്കുന്നു. കാലിലെ പാദസരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. കഴുത്തിലെ മാല പോയി എന്ന് പറയുന്നു. കൂട്ടുകാരിക്ക് പൈസ വേണമെന്ന് പറയുന്നു. കൊടുത്ത ബൈക്കിൻ്റെ RC കാണാനില്ല. നാട്ടിൽ ബന്ധുക്കൾ സ്വന്തക്കൾക്ക് പൈസ കടം വാങ്ങിയിരിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും സെമസ്റ്ററിലെ എക്സാമുകളൊക്കെ മാർക്കൊക്കെ കുറയുന്നു. വീണ്ടും ഇവിടെ ചെന്നപ്പോഴാണ് കഥകളൊക്കെ മാറുന്നു. പ്രിൻസിപ്പളും അവർ വിളിക്കുന്നു, പൈസ അടച്ചിട്ടില്ല, കുട്ടിയെ കൊണ്ടുകൊണ്ട് പോയിക്കോളും, ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ഗതിവിട്ട് മാറുന്നത്. അപ്പോഴേക്ക് നമ്മൾ കൂട്ടാനൊക്കെ ചെല്ലുമ്പം ശക്തിയുക്തമായിട്ട് നമ്മൾ എതിർക്കും. ഞാൻ വരില്ല നാട്ടിൽ എന്ന് പറയും. അപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. പിന്നെന്താ അവരുടെ കൂട്ടുകെട്ടുകൾ. 95% ഇവിടെ അനീഫ സാറ് വിശദമായിട്ട് പറയാത്ത 99% ബാംഗ്ലൂരിലെ നമ്മളിവിടുന്ന് പോകുന്ന ഉപരിപഠനത്തിൽ പോകുന്ന മക്കളുടെ എല്ലാവരുടെയും പേരിൽ കേസ് ഉണ്ടെങ്കിൽ ആ കേസൊക്കെ ഈ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. ഒന്നിലെ ലഹരി സംഘങ്ങൾ അടിപിടി അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തിയതിന് അവിടെ എത്തിക്കുന്ന കേസുകളാണ്. ഒരു കാര്യം കൂടെ ഒന്നിച്ച് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആ ഭാഗം നിർത്തുകയാണ്. ഇപ്പം പ്രവാസികൾ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് പ്രവാസ ലോകത്ത് ഉപ്പയുണ്ട്, നല്ല വിസയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ മക്കള് ഇവിടെ ഇരുന്നിട്ട് ഇനി ഒരു ചൈന സിഗരറ്റ് പോലും വലിച്ചാൽ കുടുങ്ങിപ്പോവും. ചൈനീസ് സിഗരറ്റ് കേട്ടോ, ഒന്നും കൂടെ പറയാം. ചൈനീസ് സിഗരറ്റ്, നിരോധിക്കപ്പെട്ട സിഗരറ്റാണ് ചൈനീസ് സിഗരറ്റ്. നിരോധിക്കപ്പെട്ട സാധനമാണ് ഈ പറയുന്ന ഹാൻസ്, ചൈന കൈനി. ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം. വിദേശത്തേക്ക് പോകാൻ പുതിയ ടെസ്റ്റുകൾ നിലവിൽ വരുന്നു. വിദേശകാര്യ മന്ത്രാലയം അതിന് അനുമതി കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ 2 ഹോസ്പിറ്റലുകൾ അതിന് ആ കരാറിൽ ടെൻഡറിൽ ഒപ്പിടുന്നു. ആ ടെസ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ് എൻ്റെ വില. 6 മാസം വരെ ഒരു വ്യക്തി സിഗരറ്റ് ഉൽപ്പന്നങ്ങളോ ആൻസോ മദ്യമോ കഞ്ചാവോ ഏത് തരത്തിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ആ വ്യക്തിയുടെ യൂറിൻ, നൈൽ, ഹെയർ 3-ലേതെങ്കിലും ഒന്നെടുത്ത് വൈദ്യപരിശോധന റിസൾട്ടിലൂടെ ലാബ് ടെസ്റ്റിലൂടെ വ്യക്തി ലഹരി ഇന്ന ദിവസം ഇത്ര ദിവസം ഉപയോഗിച്ചിട്ട് തിരിച്ചറിയും. അതുകൊണ്ട് ആ വിദേശത്തേക്കുള്ള പോക്കിൻ്റെ പൂതി മതിയാവും. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം പോലുള്ള പല സ്ഥലത്തെയും പല പ്രസിദ്ധമായ ചർച്ചുകളും ആരാധനാലയങ്ങളും പുതിയ തീരുമാനമെടുക്കുന്നു. അവരുടെ മഹലുകളിലും അവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടികൾ ഈ പറയുന്ന ഹോളിഗ്രോക്കി ടെസ്റ്റ് പാസ്സാക്കണം. ഈ ടെസ്റ്റ് പാസ്സാക്കണം, നിർബന്ധമാണ്. അതൊരു ബാപ്പയുടെ അവകാശമാണെന്ന് കാലം തെളിയിക്കപ്പെടുന്നു, അല്ലേ? ഒരു ബാപ്പയുടെ അവകാശമാണ്. എൻ്റെ മകളെ നീ കല്യാണം കഴിക്കണമെങ്കിൽ നിൻ്റെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യമില്ല എന്നറിയാൻ ഞാൻ അവകാശിതനാണെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചേരാൻ. എത്ര സുന്ദരമായൊരു നിയമം വരാൻ പോണത്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പുതിയ സംവിധാനം കടന്നു വരുന്നു. SLCക്ക് 10ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് ഒരു SLC ബുക്കും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും പൂർണ്ണമായൊരു ശേഷി ഉണ്ടെങ്കിൽ 20,000 രൂപ നിങ്ങൾക്ക് ഡോർ ടു ഡോർ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ ആമസോണും ഫ്ലിപ്കാർട്ടും ജോലി തരും. അവരും ഇതാ പുതിയ തീരുമാനത്തിലേക്ക് എത്തുന്നു. 2025 ജൂൺ 1-ാം തീയതി മുതൽ അവരും പുതിയ നിയമം തുടങ്ങാൻ പോകുന്നു. എന്താണ്? ഈ പറയുന്ന ടെസ്റ്റ് പാസ്സായിരിക്കണം, അല്ലേ? ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ വേണ്ടി റിലയൻസ് ഇതാ പുതിയ നിയമം കൊണ്ടുവരുന്നു. റിലയൻസ് പെട്രോൾ പമ്പുകൾ ജോലി ചെയ്യുന്നവർ മുഴുവനും ഈ ടെസ്റ്റ് പാസ്സാക്കണം. ഈ ടെസ്റ്റ് പാസ്സാകുമ്പോൾ വരുന്ന ഭീമകമായ 10,000 റുപ്പീസ് നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ കമ്പനി അത് വഹിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ലഹരി ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ പണം വഹിക്കണം. എത്ര മനോഹരമാണ്! എളുപ്പം നടപ്പാക്കട്ടെ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലേ? എത്ര സുന്ദരമായൊരു സന്തോഷ നിമിഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കണം. ആലോചിച്ച് നോക്കൂ. അത് വരട്ടെ. അതിനൊക്കെ വേണ്ടി മാക്സിമം നിങ്ങൾ പ്രാർത്ഥിക്കണം, സഹകരിക്കണം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം സമൂഹ മാധ്യമങ്ങളിൽ എന്നുകൂടെ ലൈവിലുള്ളവരൊക്കെ ഞാൻ പറയുകയാണ്. അപ്പം വീണ്ടും കാര്യത്തേക്ക് തിരിച്ചു വരാം. ലോകം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, ലഹരി എന്ന് പറയുന്ന ദുരന്തം നമ്മുടെ വീടിനെ മാത്രമല്ല പിടിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിന് എവിടെയെങ്കിലും പുളിക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലഹരിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഇരിക്കുകയൊന്നും വേണ്ട. ലഹരി എന്ന് പറയുന്ന ദുരന്തമുണ്ടെങ്കിൽ അതിനെതിരെ ഉത്തരവാദിത്തമായിട്ട് പെരുമാറേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇപ്പം നമ്മളീ നാട് നിന്നു പോകാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പുളിക്കപ്പറമ്പ് എന്ന ദേശമേ നിന്നു പോകാൻ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? പ്രവാസ ലോകത്ത് ഒരുപാട് പ്രവാസികളുണ്ട്. ഈ നിസ്വാർത്ഥരായ പ്രവാസികൾ ഇന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും ഇത്ര മാന്യമായ വസ്ത്രമൊന്നും ധരിക്കുമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരുടെയും ഇത്ര മനോഹരമായ പർദ്ദകളൊന്നും നിങ്ങൾ ധരിക്കൂല. നിങ്ങളുടെ കയ്യിൽ ഇത്ര വലിയ മനോഹരമായ വാച്ചുകളൊന്നും കാണൂല. നിങ്ങളുടെ മക്കൾ നല്ല സ്കൂളിൽ പഠിക്കത്തൊന്നുമില്ല. ഇന്നിവിടെ പല വീടുകളും ഉയരത്തൊന്നുമില്ല പ്രവാസികളില്ലെങ്കിൽ. ഇന്നിവിടെ പലരുടെയും ഹൃദയത്തിനകത്ത് ഹൃദയമാറ്റിവയ്ക്ക ശസ്ത്രക്രിയയും ആന്തരിക അവയവങ്ങളെല്ലാം ഒരാൾ പകുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ
പ്രവാസ ലോകത്തുനിന്ന് കയ്യും മെയ്യും അല്ലേ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ അയച്ചു കൊടുത്ത നാണയത്തുട്ടിൻ്റെ പെരുമഴയാണ് പല മനുഷ്യൻ്റെയും ജീവനെന്ന് താങ്ങി നിർത്തിയിട്ടുള്ളത്. പ്രവാസ ലോകം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. പ്രവാസ ലോകമെന്ന് പറയുന്നത് ആ 3 അക്ഷരത്തിനകത്ത് കാരുണ്യവും സഹാനുഭൂതിയും സഹവൃത്തിയും മാനവികതയും എല്ലാം ഇല്ലേ തുടികൊട്ടി നിൽക്കുന്ന ഒരു വലിയ ഇടമാണ് പ്രവാസ ലോകം. മണലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണലാരുണ്യത്തിൽ അല്ലേ പൊൻപതക്കങ്ങൾ വിളയിച്ച് നാട്ടിലേക്ക് ശിഷ്ടജീവിതത്തിൻ്റെ സുന്ദരമായ ഇടങ്ങളിലേക്ക് മക്കൾക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും ഉപ്പയ്ക്കും നാട്ടിനും ഒക്കെ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്നു കൊടുക്കുന്നവനാ പ്രവാസി. പലപ്പോഴും ഓരോ കണക്കുകൾ ഞാൻ വെറുതെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. 1355ഓളം ആളുകളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, എത്രയോ ആളുകളുടെ അല്ലേ കിഡ്നി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സകൾ, എത്രയോ വീടുകളുടെ മേൽക്കൂരകൾ, എത്രയോ കിണറുകൾ, എത്രയോ ഭവനങ്ങൾ, എത്രയോ വിവാഹങ്ങൾ, എത്രയോ കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ, സ്പെഷ്യൽ ഡിസബിലിറ്റിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയറുകൾ, മരുന്നുകൾ, എല്ലാം നാടിൻ്റെ സ്നേഹം. ഇവിടെ വലിയ ലഹരിയൊന്നുമില്ല. എന്നോട് പറഞ്ഞു വലിയ ലഹരിയുടെ കുത്തൊഴുക്കുള്ള ലഹരി ഉപയോഗിച്ച് നാട് തകർന്നു പോയിട്ടൊന്നുമില്ല. പക്ഷെ ചില സൂചനകൾ നമ്മൾ ഉണ്ടാവണം, വരാതിരിക്കാനുള്ള ചില സൂചനകളുണ്ട് അല്ലേ. ഒരു വഴി ഒരു റോഡിൻ്റെ എൻഡിൽ വളവുണ്ടെന്ന് പറഞ്ഞൊരു ചൂണ്ടുവിലക വെക്കണം, ഇവിടെ വളവുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുന്ന ദുരന്തം തൊട്ടുദേശങ്ങൾ തൊട്ടിടങ്ങളിലെല്ലാം വന്നു നിൽക്കുന്നുണ്ട്. ചുറ്റപ്പെട്ട 1-2 പേരൊക്കെ ഉണ്ടാവാം മേ ബി, പക്ഷെ അവരെല്ലാം കാണുകയും കേൾക്കുകയും ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കണം നമ്മൾ ജീവിതത്തിലേക്ക്. ഇവിടെ ഇന്ന് ഈ പരിപാടി ഇവിടെ മാടഞ്ചിറ പ്രവാസി കൂട്ടായ്മയുടെ സംഘടിപ്പിക്കുമ്പോൾ പ്രവാസ ലോകത്തുനിന്ന് സഹോദരന്മാർ ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ചിന്തകളിൽ ഉണ്ടായ മനോവികാരങ്ങൾ എന്താണെന്നറിയാമോ? പല പ്രവാസ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയ വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ 4 ദിവസം മുമ്പ് ഞാൻ ദമാമിൽ നിന്ന് വന്നത്, ബഹ്റിനിൽ നിന്ന് വന്നത്. അവിടെ കഴിഞ്ഞ വർഷം ഞാൻ ഖത്തറിലും അതുപോലെ തന്നെ റിയാദിൽ എക്സിറ്റ് 18 ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു. പല മലയാളി സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത്, അവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത്. ഇന്നും എൻ്റെ മനസ്സിൽ മായാത്ത നിമിഷങ്ങളാണ്. ഒന്നിച്ചുള്ള ഭക്ഷണം, അവിടുത്തെ സ്നേഹം, ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ എത്രയോ തിരക്കുള്ളവരാണ്. ഒരു പ്രഭാതം രാവിലെ സൂര്യൻ ഉദിച്ചാൽ ആളുകൾ മുഴുവനും ഓടുന്നത് എങ്ങോട്ടാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ഇടങ്ങളിലേക്കും, ഓഫീസുകളിലേക്കും, ഇടങ്ങളിലേക്കും, കൺസ്ട്രക്ഷൻ മേഖലയിലേക്കൊക്കെ ജോലിക്ക് പോവുകയാണ്. ഈ പോകുന്ന മനുഷ്യരെല്ലാം ധൃതിയുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും അസ്വാഭാവികമായി വാഹനത്തിനകത്ത് ഓണടിക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ കാണാൻ പറ്റില്ല. കിക്കി 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 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വെറുതെ റോട്ടിലോട്ട് പുറത്തിറങ്ങി നോക്ക്, അവിടുന്ന് വന്ന അതേ മനുഷ്യൻ തന്നെ. എന്ത് മനുഷ്യൻ ഇങ്ങനെ 2 സ്വഭാവം എനിക്ക് പറയില്ല. ഒരു വണ്ടി റോട്ടിൽ കുടുങ്ങിയാൽ മതി അടിക്കും, എന്നൊക്കെ പറയും അല്ലേ. ഒരു മാന്യതയില്ലാത്ത ഒരു പരിപാടി. അവിടുന്ന് വന്ന അതേ ആൾ തന്നെ ഇവിടെ വരുന്നു, ഇവിടെ പെരുമാറുന്നു. ആലോചിച്ച് നോക്കി എങ്ങനെ ഇങ്ങനെ മൾട്ടിപ്പായിട്ട് ചിന്തിക്കാൻ പറ്റണേ. അവിടെ സമാധാനം, വലിയ സമാധാനം. കാര്യം അത് അവിടെ കുടുങ്ങുന്നറിയാം അവിടെ അല്ലേ. അവിടെ കുടുങ്ങുന്നറിയാം, ഉറപ്പ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇത് കൊടുക്കേണ്ടി വരും, നല്ല എമൗണ്ട് വരും, ഫൈൻ വരും. ഇവിടെ എന്തും പറ്റും അല്ലേ. നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് ഒരു ഡ്രൈവിംഗ് സംസ്കാരം എത്ര പേര് നമ്മൾ പകുത്തു കൊടുക്കുന്നുണ്ട്, എത്ര പേര് കൊടുക്കുന്നുണ്ട്. ഒരു വാപ്പൊരു സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് 1 2 3 3 സെക്കൻഡേ ഉള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു, കഴിഞ്ഞു. ഇത് കുട്ടി ഇങ്ങനെ നോക്കിക്കാണാം. ഓനെ കൊണ്ട് ഇടിയിപ്പിച്ചു. എന്നിട്ട് ഓനിങ്ങനെ ഗുഡ് ബോയ്, ബാപ്പ പറയാണ് ഗുഡ് ബോയ് എന്ന്. എന്തിനാ സീറ്റ് ബെൽറ്റ് ഇട്ടേനെ? ഇത്ര സുന്ദര നോക്കിക്കേ, ഗുഡ് ബോയ്. അവന് മനസ്സിലായി സീറ്റ് ബെൽറ്റ് ഇടേണ്ട കാര്യമാണ്. എൻ്റെ ബാപ്പ ഇട്ടു, ഞാനിട്ടു. വണ്ടി കയറി, വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടാക്കണ മുമ്പ് ഹെൽമെറ്റ് ഇട്ടിട്ട് ആ ചിൻ സ്റ്റാപ്പ് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് മോൻ്റെ മുഖത്ത് നോക്കി കണ്ണിങ്ങനെ അടച്ചു. എന്ത് സന്തോഷം. ഫോൺ 1.5 ലക്ഷം രൂപയുടെ ഫോണാണ് നമ്മുടെയൊക്കെ കയ്യിരിക്കണേ. 850 റുപ്യേൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ 800 റുപ്യേൻ്റെ ഹെൽമെറ്റ് വാങ്ങി തലയിൽ വെക്കൂല. വെച്ചാൽ തന്നെ സാധനം ഇടുവോ? അതുമില്ല. പോലീസ് കാണിക്കാലോ ഹെൽമെറ്റ് പലരും അല്ലേ, ചൊരങ്ങ പോലെ സാധനം. അങ്ങനെ ഒരാൾ നാളെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആടും, ഇങ്ങനെ തല ഇങ്ങനെ, ഹെൽമെറ്റ് ഇങ്ങനെ ആടിപ്പോണ്ട് ഇങ്ങനെ ഇങ്ങനെ. ആളുടെ മുഖം ഇങ്ങനെ നിൽക്കണം, പക്ഷേ ഈ സാധനം ഇങ്ങനെ കറങ്ങി വരിക ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഒരു ചൊരങ്ങയുടെ തല പോലെ ബത്തക്കത്തോടെ വെക്കൂല. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും സത്യത്തിൽ? ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം മുഖം മറയ്ക്കാനുള്ള സാധനം അല്ലല്ലോ. മുഖം അല്ലേ രക്ഷിക്കാനുള്ള കവചമല്ലേ ഹെൽമെറ്റ്. പക്ഷെ എത്ര എന്താ നമ്മൾ പറ്റാത്തത്? എന്താ പോലീസ് പിടിച്ചാൽ പോലീസാണ് കുറ്റക്കാരൻ. സങ്കടം. ഈ വളവെന്ന് സാറേ മെഡിക്കൽ സ്റ്റോപ്പിക്ക് ഇപ്പോൾ ഇന്നലെ മഴ ചെയ്തപ്പോൾ ഹെൽമെറ്റ് കൊണ്ടുപോയി, കട്ടുണ്ടായി സാറേ, ഒരു വട്ടം പ്ലീസ് ഒഴിവാക്ക്, നാളെ. ഒരു ലൊട്ടിലോടാക്ക് ഒരു 15 ന്യായമുണ്ട് പറയുമ്പോൾ അല്ലേ, 10-15 ലൊട്ടിലോടാക്ക് ന്യായങ്ങൾ. എൻ്റെ അപേക്ഷയാണ്, മക്കൾ കാണണം, സംസ്കാരമുണ്ടാവണം. ആരെയും കാണിക്കാൻ 10 റുപ്യ ഞങ്ങൾ പോലീസിന് കൊടുക്കരുത്.
പോലീസ് എങ്ങനെ പൈസ കൊടുത്തിട്ട് കുറ്റം പറയാൻ നിൽക്കരുത്. നിങ്ങളാ കുറ്റക്കാരൻ. ആദ്യം നിങ്ങളെ വെടിവെച്ച് കൊല്ലണ്ട്. നിങ്ങളെ കാര്യം ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുക്കണത് അല്ലേ? മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾ പോലീസിന് പൈസ കൊടുക്കുമോ? എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ 10 രൂപ ഞാൻ കൊടുക്കൂല. ഇവിടെ നമ്മൾ എന്തിനാ പൈസ എന്തിനാ കൊടുത്തത്? എന്നിട്ട് പോലീസ് കുറ്റം പറയും. മാസാവസാനം പിരിവിനിറങ്ങിയേക്കാന്ന്. മാസാവസാനം പിരിവിനിറങ്ങിയേക്കാന്ന് എങ്ങനെ പറയാൻ പറ്റത്? പിരിച്ചോട്ടെ, നമ്മളെ കാര്യം നന്നാക്കിയാൽ പോരെ? നാട് മൊത്തം നന്നാക്കിയാൽ പോരെ എല്ലാവരും കൂടെ അല്ലേ? ഹെൽമെറ്റ് വെക്കാന്ന് പറഞ്ഞാൽ ഒരു 100 കിലോ സിമെൻറ്റ് ചാക്ക് തല വെച്ച് നടക്കാനല്ലല്ലോ പറയണത്. ബൈക്ക് ഓടിക്കുമ്പോൾ 100 കിലോ സിമെൻറ്റ് ചാക്കും തല വെച്ചോ എന്നിട്ട് ഇങ്ങനെ പോകണം, അല്ല ഫൈൻ തരും അല്ലല്ലോ. മോട്ടോർ വെഹിക്കിൾ ആക്ടിലുള്ള കാര്യമാണ് പറയണത് ഹെൽമെറ്റ് വെക്കാൻ. അത് വീട്ടിലുണ്ട്, എടുക്കൂല. എന്നാലൊരു ഭാര്യ ഭർത്താവും പോകുന്നുണ്ട്, വക്കടി ആയിരുന്നു 2 അടി ഇങ്ങനെ ഭാര്യ ചന്തിക്കിട്ട് ഭാര്യ തലയിരിച്ചെടുത്താൽ വെച്ചു കൊടുത്ത് കൊട്ടിപ്പടഞ്ഞ് നിലത്തുറ ഒറ്റ അടി നീച്ചിട്ട് ഇല്ലേ. 10-32 വർഷമായിട്ട് എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ അറിയില്ലല്ലോ. കുട്ടി കാണാതെ, കുട്ടി പേടിക്കുകയാണേ. കുട്ടിക്ക് പേടിയാണല്ലോ. സീറ്റ് ഇടുക, കുട്ടി കാണുക. എന്തേ ഭീകരന്മാർ റോട്ടിൽ നിൽക്കുക, കുട്ടി പേടിക്കുക. പോലീസുകാർ ഭീകരന്മാർ, ഞങ്ങൾ ഭീകരന്മാരാ. അവിടെ വണ്ടൂർ ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കണ്ടു ഒരു കൊച്ചു കുട്ടി. എത്ര ബുദ്ധിമുട്ടി അറിയാം. കുഞ്ഞുമോളെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അവളിൻ്റെ ഈ ഇതിൽ ബിസിൽ കൊണ്ടത് കയ്യൊക്കെ ഇട്ട് വലിച്ചു. നൈം പ്ലേറ്റൊക്കെ നോക്കി. എനിക്ക് കയ്യിൽ ഉമ്മ വന്നു. നല്ലൊരു ഗുണ്ടുമണിയാണ്, മുടിയൊക്കെ പടഞ്ഞിട്ടുണ്ടോളൂ ഉമ്മ. നല്ല രസമുള്ള കണ്ണി നോക്കി കുറേ. എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മയുണ്ട് വോട്ട് ചെയ്തിട്ട് അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് കൈ ഇങ്ങോട്ട് തുടച്ചിട്ട് കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി. അപ്പം എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ട് വന്നിട്ട് തോണ്ടിയിട്ട് ഇങ്ങോട്ട് പോരെ പൊടിച്ചുകൊണ്ടുപോകും പോലീസാണ് കാരണം, ഇങ്ങോട്ട് പോര് പൊടിച്ചുകൊണ്ടുപോകും പോലീസാണ് എന്ന്. ഇത് കേക്കലും കുട്ടി അതുവരെ എൻ്റെ ഇങ്ങനെ എന്ന കുട്ടി ഒറ്റപ്പോക്ക് കഴിഞ്ഞു. എത്ര വട്ടങ്ങൾ പേടിപ്പിച്ചിരിക്കണ പൂരപ്പറമ്പ് പോകും. മുണ്ടാന്ന പോലീസെ വിളിച്ചു ഞാനിപ്പോൾ അല്ലേ. ബലൂണ് കരഞ്ഞാലും പറയും ഉണ്ടണ്ട, അതാ നിൽക്കണ പോലീസ്. ഇപ്പോൾ വിളിച്ചു ഞാൻ അയാളെ, പോലീസേ അല്ലേ. കുട്ടി പേടിക്കോ അല്ലേ. ദയ വിചാരിച്ചിട്ട് ഞങ്ങളെ വെച്ച് സ്നേഹിക്കുക. ഞങ്ങൾ പറയണം ദയ വിചാരിച്ചിട്ട് സീറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇട്ടാൽ മതി, ഹെൽമെറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇടി. ചെക്കിങ്ങിലൊക്കെ പോലീസുകാർ മടുക്കട്ടെ, ഒരു നിയമലംഘനം കിട്ടാതെ മടുക്കട്ടെ, നിങ്ങൾക്ക് രസീറ്റ് എഴുതി തരാൻ പറ്റാതെ മടുക്കട്ടെ അല്ലേ. എന്ത് രസം നോക്കുക. ഒരു സ്കൂട്ടർ ഓടിച്ച ഒരാൾ രാവിലെ വരികയാണ്, നല്ല ഹെൽമെറ്റ്, ആ മുണ്ടുകൊണ്ടൊക്കെ തുടച്ച് നല്ല ISC ഹെൽമെറ്റൊക്കെ വെച്ച് എന്ത് സ്റ്റൈലാണ് ഹെൽമെറ്റ്. ഞാൻ ഹെൽമെറ്റ് അത് സ്പ്രേ പോലും അടിക്കും എൻ്റെ ഹെൽമെറ്റിൽ. എൻ്റെ ജീവൻ എൻ്റെ ഹെൽമെറ്റ്. ഞാൻ ഉമ്മയൊക്കെ കൊടുക്കും ഹെൽമെറ്റിന്. ആൾക്കാരൊക്കെ എന്നെ നോക്കണം, ഹെൽമെറ്റ് കയ്യിലിങ്ങനെ തൂക്കി നടക്കണം. ഇങ്ങനെ കണ്ട സ്റ്റൈല് കണ്ടാൽ ആ ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് വണ്ടിയുടെ സീറ്റുകൾ തുറന്നിട്ട് ചെക്കിങ് ഉണ്ടെങ്കിൽ ആ വണ്ടി അങ്ങോട്ട് സൈഡാക്കിയിട്ട് അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഫയൽ അങ്ങോട്ട് എടുത്തിട്ട് ഇത്രയുള്ള ഫയൽ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ. ആ ഷിബ് ഇങ്ങോട്ട് തുറന്ന അതിൻ്റെ ഉള്ളിൽ ഒരു RC, ഒരു ഇൻ്റർനെറ്റ് ലൈസൻസിൻ്റെ കോപ്പി, ഒരു പുക പരിശോധിച്ചത്, ഒരു ഇൻഷൂർ. എന്ത് രസം നോക്കിക്കേ. നേരെ അടുത്ത് പോയിട്ട് അവിടെ തുറന്ന് സാറേ മോണേ ഇതാ സാർ. ആ മനുഷ്യർ കൈയും കൂടെ കൊടുത്തിങ്ങോട്ട് പോരണം, ഞെട്ടിപ്പിക്കണം. എല്ലാം മുടക്കുണ്ടോ? ചിലവരൊക്കെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഒരു 2 കിലോ പേപ്പറുണ്ട്, തൂക്കി വിറ്റുള്ള പേപ്പറുണ്ടോ വണ്ടിക്കകത്ത്. എന്നാലും തന്നെ എന്താ അടുത്ത് ഇതാ തന്നെ ഏത് ഇൻഷൂർ അല്ലേ. 9-10 വർഷം ഇൻഷൂർ, 10 വർഷം ഇൻഷൂർ. ഇവിടെ 2024 എടുത്തിട്ടില്ല. ഞാൻ പിടിക്കുമ്പോൾ എടുക്കുള്ളൂ. പുക പരിശോധിച്ചത് 5 വർഷം മുമ്പുള്ള പുക പരിശോധിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പുള്ള. ഞാൻ എല്ലാം പാടെ ചുരുട്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഇത് 3 എണ്ണം മതിയാ മാറ്റിച്ചോളാം, ഇനി മേലിൽ സാധനം കാണരുത് കാരണം. പിന്നെ ചിലവർ വിളിക്കുമ്പോൾ അതോ ബാബു ചാടല്ലേ ഇവിടെ പോലീസ് പിടിച്ചിരിക്കണ നമ്മളെ കള്ളാച്ചടല്ലേ പറയേ. ആരോ വിളിക്കുക. വണ്ടി അങ്ങനെ നിങ്ങൾ കൊടുത്താൽ കൊലക്കുറ്റത്തിന് പ്രതിയാട്ടോ, ഓർത്തോളൂ. അവനവൻ്റെ പേരിൽ RC ബുക്കുള്ള വണ്ടി ദയവ് ചെയ്തിട്ട് കൊടുക്കരുതേ. 1,15,00,000 അമ്മ പോയിരിക്കുക അപ്പീൽ. ജോർജിയ പഠിക്കുന്ന കുട്ടി, മെഡിസിൻ്റെ കുട്ടിക്ക് വണ്ടി അടിച്ച് സ്പൈനൽ കോഡ് തകർന്നു. ഇൻഷൂർ ഇല്ല. ഇൻഷൂർ ഉണ്ടെങ്കിൽ 1.25 കോടി ഇൻഷൂർ കമ്പനി കൊടുക്കുമായിരുന്നു. ഉപ്പുണ്ടാക്കിയ സ്വത്ത് പോവുക കയ്യിൽ നിന്ന്, മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന്. 3 സെൻറ്റിനകത്ത് 2 നില വീട് ഇതുണ്ട്, ഒരു കടമുറി. ജപ്തി എടുത്ത് കൊണ്ടുപോകാൻ നിൽക്കിയപ്പോൾ ജപ്തി എടുത്ത് കൊണ്ടുപോവുക. കാര്യം എന്താ? 1,500 ഇൻഷൂർ എടുക്കാൻ മറന്നു. വലിയ പ്രാധാന്യം കൊടുത്തില്ല അതിന്.
ഇത് ട്രാഫിക്കിൻ്റെ ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞ സഹോദരിമാരൊക്കെ തോർത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ 2 വീലർ ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഇൻഷുർ ഡേറ്റ് എന്നാണെങ്കിൽ 5 ദിവസം വരെ നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ വട്ടം വരച്ച് വെക്കണം. കലണ്ടറിൽ ഇപ്പം കൃത്യമായിട്ട് നമ്മുടെ ഓരോ കടകളും ഈ നമ്മുടെ ഈ അക്ഷയ സെൻ്ററിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വർഷം റിമൈൻഡ് വെച്ച് അവർ അടച്ചോളും പൈസ. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായിട്ട്. വണ്ടിയുടെ കാര്യത്തിൽ പിശുക്കും വരരുത്. മക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിപ്പിക്കരുത്. പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ഉപ്പമാരൊക്കെ പച്ച പിടിച്ച പാവങ്ങളാണ്. ഒരു കാര്യം ഓരത്തുള്ളൂ, 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ വണ്ടി ഓടിച്ച് പിടിച്ചാൽ 25,000 റുപ്യ ഫൈനാണ്, 30,000 ഫൈനാണ്. 25 വയസ്സ് കഴിഞ്ഞ് 26 വയസ്സിൽ ലൈസൻസ് എടുക്കാൻ പിന്നെ പറ്റത്തുള്ളൂ. 1 വർഷം വണ്ടി കരിമ്പട്ടിയിലാവും, കരിമ്പട്ടിയിൽ. അപ്പോൾ ഉമ്മ പറയും, സാറേ അങ്ങോട്ട് മല്ലിപ്പൊടി അങ്ങനെ മുളകൊടി അങ്ങനെ ട്യൂഷന് പോകാൻ വേണ്ടി സാറേ എടുക്കലേ ഇല്ല, എൻ്റെ കുട്ടി നടാട് എടുത്താണ് സാറേ, ഒരു ഒഴിവാക്കി തരും സാറേ, ഇനി എടുപ്പിക്കൂല അറിയും. സത്യമായിട്ട് എടുപ്പിക്കൂല ഇനി അറിയും അല്ലേ. കുട്ടി വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ അഭിമാനമൊന്നുമില്ല, ദുരഭിമാനമാണ്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും പീടിയൻ്റെ മുന്നിൽ കൂടെ വണ്ടി ഓട്ടുമ്പോൾ പുറകിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും, എൻ്റെ മോൻ വണ്ടി ഓട്ടം കണ്ടില്ലായിരുന്നു, അഭിമാനിയാണ് അല്ലേ. എൻ്റെ കുട്ടി ഇങ്ങനെ ഓടിക്കും, ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ. അത് അഭിമാനമൊന്നുമില്ല, ദുരഭിമാനമാണ്. അത് ദുരഭിമാനം. 18 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് നിയമപരമായി പുറകിരുന്ന് ഓടിക്കണം. ഒരു നല്ലൊരു ഉത്തമനായ ഒരു മനുഷ്യൻ വണ്ടി ഓടിക്കണ കണ്ട, ആ വണ്ടി കണ്ടറിയാം വൃത്തി ഉണ്ടാവും, വണ്ടി നമ്പർ പ്ലേറ്റ് കണ്ടറിയാം വൃത്തി ഉണ്ടാവും. ആ വണ്ടിക്കാർ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ വണ്ടി സഹായിക്കാൻ കയറി കൊടുത്താൽ എന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് വരെ വണ്ടി കണ്ട് കൊണ്ട് എൻ്റെ വൈറ്റ് ഷർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഡിസൈൻ ഉണ്ട് പോകുന്നത്. ആ ഷർട്ടുണ്ട് ഒഴിവാക്കേണ്ടത് ഞാൻ. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടത്. അയാൾ ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ മൂപ്പര് കുറ്റി പിടിച്ച് വലിക്കുക, എങ്ങനെ ആർച്ചോണ്ടർ വലിക്കുക കുറ്റിയിൽ. സീറ്റ് ബെൽറ്റ് എവിടെയെന്ന് അറിയില്ല, ഇട്ടിട്ടില്ല, ഇത് ഇട്ട് നോക്കിയിട്ടില്ല. കാലം അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ അതിലൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റുന്നേ അല്ലേ, നമുക്ക് പറ്റും. ഈ മാറിയ ലോകത്തിനൊക്കെ നമുക്ക് മുൻപോട്ട് നയിക്കാനൊക്കെ നമുക്ക് പറ്റും. നമ്മുടെ മക്കൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ. ആ മാറ്റങ്ങൾക്ക് പ്രധാന കടമകളെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, സാറേ സാറ് സംസാരിക്കുമ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യം പറയണം, മക്കൾക്കൊക്കെ പൈസ മതി സാറേ, പൈസ മതി മക്കൾക്കൊക്കെ. പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഫോൺ വിളിക്കാം സാറേ, അല്ല വിളിയൊന്നുമില്ല. ഒന്ന് പറഞ്ഞ് 2 വെക്കട്ടെ എന്ന് പറയും. ആ വിളിൻ്റെ അത് കണ്ടാൽ അറിയാം സാറേ, അങ്ങനെയാണ്. പിന്നെ പല ഭാര്യമാർ പറയുന്നുണ്ട്, സാറേ ഭർത്താവ് പഴയവരൊന്നുമല്ല, വിളിയൊന്നുമില്ല, വിളിച്ചാൽ തന്നെ കുട്ടികളുടെ കാര്യം ചോദിക്കും, എന്താ അങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടും, ചൂടാവും, എൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇവിടെ വലിയ സന്തോഷമൊന്നുമില്ല സാറേ വീട്ടിൽ. ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ അവരൊക്കെ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല, അങ്ങനെ കുടുങ്ങി പോലൊരവസ്ഥ ജീവിക്കുകയാണ്. ജീവിതം ഒരു സന്തോഷമല്ല സാറേ, മനുഷ്യൻ പോയിട്ട് കുറേ വർഷമായി, എന്താ വലിയ സന്തോഷമല്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. പ്രവാസ ലോകത്തുള്ളവരൊക്കെ എൻ്റെ അപേക്ഷയാണ്, നമ്മളൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ ജീവിക്കണമൊക്കെ. ഭാര്യമാരെയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. എൻ്റെ അപേക്ഷയാണ്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉരുകണം. നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം. മക്കളെ നിങ്ങൾ വളർത്തണം. ഒന്നുകൂടെ പറഞ്ഞു തരാം, മറന്നു പോകാതെ എഴുതി വെക്കണം, ഇവിടെ എഴുതി വെക്കണം ഉള്ളിനകത്ത്. മക്കൾക്ക് വേണ്ടി ഉരുകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. മക്കളെ വളർത്തണം. മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം, ഉരുകണം. അത് കണ്ട് നിങ്ങളുടെ മക്കൾ വളരണം. ആ മക്കൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതവർ ചെയ്തു തരും. അല്ലാതെ വാർദ്ധക്യമുള്ള മാതാപിതാക്കളുടെ സങ്കടങ്ങളും ആകുലതകളും വ്യാകുലതകളും കാണാതെ, ദ ഫസ്റ്റ് പ്രയോറിറ്റി മാതാപിതാക്കൾക്ക് കൊടുക്കാതെ, മക്കളുടെ A+ അവരുടെ ഉന്നമനവും അവർക്കുള്ള പർച്ചേസും അവർക്കുള്ള സുഖ സൗകര്യങ്ങളും അവർക്കുള്ള മൊബൈൽ ഫോണുകളും ആഡംബരങ്ങളും ചെയ്തു കൊടുത്തിട്ട് കണ്ണിലുണ്ണിയെ പോലെ സ്ക്രീൻ സേവറിനകത്ത് മക്കളുടെ ഫോട്ടോയും ഇട്ട് താലോലിച്ച് നടന്നാൽ വാർദ്ധക്യത്തിൽ മരിച്ചങ്ങോട്ട് പോകുമ്പം മറ്റ് വികസിത രാജ്യങ്ങളിൽ ഇരുന്നിട്ട് പഠിപ്പിച്ചങ്ങോട്ട് പറഞ്ഞേച്ചില്ലേ, അവിടെ ഇരുന്നിട്ട് നമ്മളെ ഫ്യൂണറൽ ശവസംസ്കാരം വെർച്വലായിട്ടാണ്ട് കാണും. മക്കൾ വെർച്വലായിട്ടാണ്ട് കാണും. അങ്ങനത്തെ തലമുറയാണ്. അതിലേറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയുന്നത്, സ്വന്തം മാതാപിതാക്കൾക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും വാർദ്ധക്യത്തിൽ അവരുടെ ചുരുങ്ങിയ മസ്തിഷ്കം ചെയ്യുന്ന ബാല്യകാലത്തിലെ പ്രവണതകളെ പോലെ പെരുമാറുന്ന ആ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നവനാരോ ചേർത്ത് പിടിക്കുന്നവൾ ഏവളോ സ്വർഗത്തിൻ്റെ കവാടത്തിൽ അവർക്ക് വിരുന്നൊരുക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മാഹാത്മ്യം ഉയരുക.